ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൈബർ സെക്യൂരിറ്റിയുടെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാന ക്ലാസ്സിൽ നമ്മൾ WPA2 വൈഫൈ നെറ്റ്വർക്കുകളുടെ പാസ്വേഡുകൾ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അങ്ങനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഫയലുകൾ ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നൊരു ഫയലും നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ടൊരു വേർഡ് ലിസ്റ്റും നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 ഫയലാണ് നമ്മൾ ഉള്ളത്, നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ വേർഡ് ലിസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വേർഡ് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ക്രഞ്ച് എന്ന് പറയുന്ന കമൻറ്റൊക്കെ ഉപയോഗിച്ച് മിനിമം ലെങ്ത്തും അതേപോലെ മാക്സിമം ലെങ്ത്തൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഈ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്ന വൈഫൈ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് എത്ര ലെങ്ത് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ മിനിമം എത്ര ക്യാരക്ടർ ഉണ്ടാവും, ഏതൊക്കെ സിമ്പിൾ ഉണ്ടാകും എന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ വേർഡ് ലിസ്റ്റ് തീർച്ചയായിട്ടുമ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ലെറ്റേഴ്സ് വേണം കൊടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ വേർഡ് ലിസ്റ്റിൻ്റെ സൈസ് വളരെ കൂടുതലാവും. അതേപോലെ തന്നെ വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ആവാനും ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ വേർഡ് ലിസ്റ്റുകൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വേർഡ് ലിസ്റ്റിൻ്റെ ബണ്ടിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വേർഡ് ലിസ്റ്റിൻ്റെ ബണ്ടിൽ ഉപയോഗിച്ചിട്ടും വേർഡ് ലിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾ തന്നെ വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷേ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാണിക്കുമ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു വേർഡ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തയ്യാറാക്കിയ വേർഡ് ലിസ്റ്റ് ടെർമിനേറ്റർ ഓപ്പൺ ചെയ്തിട്ട് LS എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് കാണാം. ഇതാണ് എൻ്റെ ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഫയൽ. അതേപോലെ എൻ്റെ വേർഡ് ലിസ്റ്റ് hand.txt എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ വേർഡ് ലിസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ വേർഡ് ലിസ്റ്റിൽ hand.txt തുറന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ വേർഡ് ലിസ്റ്റിൽ എൻ്റെ വൈഫൈയുടെ പാസ്വേഡ് ഇല്ല, അല്ലെങ്കിൽ വൈഫൈയുടെ പാസ്വേഡ് വരുന്ന ക്യാരക്ടേഴ്സ് ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനം ഞാൻ എൻ്റെ വൈഫൈയുടെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വേർഡ് ലിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വേർഡ് ലിസ്റ്റിൽ എൻ്റെ വൈഫൈയുടെ പാസ്വേഡ് ഞാൻ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഉണ്ടാക്കിയ വേർഡ് ലിസ്റ്റിൽ എൻ്റെ വൈഫൈയുടെ പാസ്വേഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഈ വേർഡ് ലിസ്റ്റും അതേപോലെ തന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്തെടുത്ത ഹാൻഡ് ഷേക്ക് ആ ഒരു ഫയലും കൂടെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പാസ്വേഡ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിക്കേണ്ട ഒരു കമൻറ്റാണ്. നമ്മൾ എയർ ക്രാക്ക് എന്ന് ടൈപ്പ് ചെയ്യാം, എയർ ക്രാക്ക് NG. അതിനുശേഷം നമ്മുടെ ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്ത ഫയലില്ലേ അതിൻ്റെ പേര് test-01.cap ഇതായിരുന്നു എൻ്റെ ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്ത ഫയലിൻ്റെ പേര്. അപ്പോൾ ഇവിടെ 0 വന്നിട്ടില്ല, 01.cap കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ ഫയൽ നെയിം. അതിനുശേഷം -w എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ വേർഡ് ലിസ്റ്റിൻ്റെ പേര് കൂടി ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്ത ഫയലും അതേപോലെ തന്നെ എൻ്റെ വേർഡ് ലിസ്റ്റും ഇല്ലേ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എൻ്റെ കീ ഫൗണ്ട് ചെയ്യാനുള്ളൊരു കാര്യമാണ് ഇവിടെ, പ്രൊസീജിയറാണ് ഇവിടെ നടക്കുന്നുണ്ടാവുക. ഞാൻ ജസ്റ്റ് എൻ്റർ കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം 15 സെക്കൻഡിൻ്റെ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കീ വെച്ചിട്ട് നമ്മുടെ ഹാൻഡ് ഷേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പാസ്വേഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50% കംപ്ലീറ്റ് ആയി. അത് എൻ്റെ വേർഡ് ലിസ്റ്റും ചെറുതായതുകൊണ്ടാണ് കേട്ടോ. വേർഡ് ലിസ്റ്റ് വലുതാവുകയാണെങ്കിലും അതേപോലെ നമ്മുടെ ഈ ഒരു സമയമില്ലേ, ഈ ഒരു പാസ്വേഡ് കണ്ടുപിടിക്കാൻ എടുക്കുന്ന ഈ ഒരു സമയം ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനൊക്കെ ബന്ധപ്പെടുത്തിയിരിക്കും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന കമ്പ്യൂട്ടറിന് വളരെ ലോ പെർഫോമൻസ് ഉള്ളൊരു കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വേർഡ് ലിസ്റ്റ് ചെറുതാക്കിയിട്ടത്. ഇവിടെ കണ്ടോ കീ ഫൗണ്ട് കാണിച്ചില്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ വൈഫൈയുടെ പാസ്വേഡ്. അപ്പോൾ ഇതാണ് എൻ്റെ വൈഫൈയുടെ ഇപ്പോൾ ഉള്ള പാസ്വേഡ്. ഞാൻ വേണമെങ്കിൽ ഇതെൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം. എൻ്റെ വൈഫൈയുടെ പാസ്വേഡ് ഞാൻ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം. എൻ്റെ മൊബൈലിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് വൈഫൈയുടെ പാസ്വേഡ് എന്ത് ചെയ്യുന്നത്, ക്രാക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനോട് കൂടിയിട്ട് നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് നമ്മൾ ക്രാക്ക് ചെയ്യുന്ന എടുത്തു നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഈ വൈഫൈയുടെ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിലോട്ട് സുഖമായിട്ട് നമ്മുടെ ഡിവൈസിനെ അല്ലെങ്കിൽ എൻ്റെ കാലിനെക്സ് മെഷീനെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡിവൈസിലോട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കാരണം എന്താ, എനിക്ക് എൻ്റെ പാസ്വേഡ് കിട്ടി, അവിടുത്തെ വൈഫൈ മോഡം റൂട്ടറിൻ്റെ പാസ്വേഡ് എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ട് എൻ്റെ കാലിനെക്സ് മെഷീൻ എന്ത് ചെയ്യാം, ആ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാം. ആ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കും? എൻ്റെ നെറ്റ്വർക്കും അതേപോലെ തന്നെ എൻ്റെ ഡിവൈസും അതുപോലെ തന്നെ ആ നെറ്റ്വർക്കിൻ്റെ ബാക്കിയുള്ള സിസ്റ്റങ്ങളുമെല്ലാം ഒരു നെറ്റ്വർക്കിലായി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു നെറ്റ്വർക്കിലാണ്. അപ്പോൾ ഞാൻ ആ നെറ്റ്വർക്കിലോട്ട് കടന്നു. ഇങ്ങനെയാണ് ഒരു വൈഫൈ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് ആ വൈഫൈ നെറ്റ്വർക്കുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ WEP ക്രാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഓൾഡ് മെത്തേഡാണ്, അതിപ്പോൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഉള്ള എല്ലാ ഡിവൈസുകളിലും എല്ലാ വൈഫൈ റൂട്ടറുകളിലും WPA അല്ലെങ്കിൽ WPA2 എന്ന് പറയുന്ന ക്രാക്കിംഗ് ആണ്, പാസ്വേഡ് സെറ്റിങ്സ് ആണ് ചെയ്ത് വെച്ചിട്ടുള്ളത്, സെക്യൂരിറ്റി മെക്കാനിസമാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വേർഡ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടും അതേപോലെ തന്നെ ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്തിട്ടും നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതൊന്ന് തടയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മോഡത്തിൻ്റെ അകത്ത് വൈഫൈക്ക് നമുക്ക് മാക് ഫിൽറ്റർ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ മോഡത്തിന് നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വൈഫൈ മാക് ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി മോഡത്തെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോഡം കോൺഫിഗർ ചെയ്യുന്നതിൻ്റെ ഒരു വിശദമായ വീഡിയോ ഇടാം. അപ്പോൾ മോഡം കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് മോഡത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൻ്റെ മാക് ID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മാക് ID ഉള്ള ഡിവൈസുകൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് മാക് ഫിൽറ്ററിങ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വൈഫൈയുടെ പാസ്വേഡ് ഉപയോഗിച്ച് ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ നെറ്റ്വർക്കിലോട്ട് കയറുന്നത് നിങ്ങൾക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ വയർലെസ് നെറ്റ്വർക്കിൻ്റെ ആ ഒരു സെക്ഷൻ തീരുവാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർ, ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.